നിങ്ങളെ നീ ഇങ്ങനെ രാത്രി എന്നും പകലൊന്നും ഇല്ലാതെ എന്നെ ഇങ്ങനെ നിരന്തരം ശല്യം ചെയ്തോണ്ടിരുന്ന ഞാൻ മുകളിലേക്ക് പോകും പറഞ്ഞേക്കാം. അമ്മേ. ശരി, അതൊക്കെ പോട്ടെ. വരുന്നത് ആരെന്നെങ്കിലും പറ. ആരെന്ന് പറയില്ല, പക്ഷേ എന്തിനെന്ന് പറയാം. എന്തിന്? അവസാനിച്ചെന്ന് കരുതിയ കഥ വീണ്ടും ആരംഭിക്കാൻ. പൂർവജന്മ ബന്ധത്തിന്റെ കടം തീർക്കാൻ വേണ്ടിയാണ് വരുന്നത്. ജീവിതം മുഴുവൻ ചോദ്യങ്ങളുമായി. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാനായി ഒരാൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്താ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എന്ത് കടം? ആരുമായിട്ടുള്ള ബന്ധം? ഈ വീട് എങ്ങനെ ഉത്തരം നൽകും? ഇത് ദൈവനിശ്ചയമാണ് മകളെ. പറഞ്ഞാൽ മനസ്സിലാകില്ല. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാവും. ഗുപ്ത, രാഘവ സാർ, കാർ റെഡിയല്ലേ? റെഡി സാർ. റെജിമെന്റിലേക്കാണോ സാർ? അതെ. കെയർ ടേക്കറിന് വേണ്ടി പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലുമൊക്കെ വരും സാർ. സാറില്ലാതിരുന്ന അച്ഛാ, അച്ഛനിപ്പോ ഇങ്ങോട്ടാ പോകുന്നേ? അച്ഛനും കൂടെ ഇരുന്ന് ഞങ്ങളുടെ കെയർ ടേക്കറിനെ സെലക്ട് ചെയ്യണ്ടേ? അതിന് എന്റെ ആവശ്യമില്ല മോളെ, നിങ്ങൾ തന്നെ സെലക്ട് ചെയ്താൽ മതി. ഇതെന്താ ഏട്ടന്റെ ആവശ്യമില്ലെന്ന് പറയുന്നത്? കുട്ടികൾക്ക് സ്കൂളിൽ ലീവും പറഞ്ഞിട്ട് എല്ലാവരും കൂടി കെയർ ടേക്കറെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നീ ഇപ്പൊ പോയാലെങ്ങനെയാ മോനെ? അതെ അച്ഛാ, ഇന്ന് സ്കൂള് മിസ്സായപ്പോ എന്തുമാത്രം വിഷമമായെന്നറിയോ? ഒരു ദിവസം സ്കൂള് മിസ്സായ ക്ലാസ്സിലുള്ള എല്ലാരെയും കാളും ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ടായി പോവും. അച്ഛനത് അറിയാലോ. എനിക്ക് ആരുടെയും പുറകെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലെന്ന്. കള്ളി. സോറി, കുറച്ച് കൂടിപ്പോയല്ലേ. എന്താ ഇങ്ങനെ സീരിയസ് ആയിട്ട് നോക്കുന്നേ? അച്ഛനൊന്ന് പറഞ്ഞാ മതി. നീയും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു മോനെ. സാരമില്ലമ്മേ, നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. നല്ലൊരാളെ നോക്കി നിങ്ങൾ തന്നെ സെലക്ട് ചെയ്താൽ മതി. ഞങ്ങൾ രണ്ടുപേരും കൂടി വിചാരിച്ചാ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? കുട്ടികളും കൂടെ ഉണ്ടല്ലോ. മഹേശ്വരി ഉണ്ട്, പിന്നെ നിങ്ങളും ഉണ്ട്. എല്ലാവരും കൂടെ ആരെ വേണമെന്നങ്ങ് തീരുമാനിച്ചാൽ മതി. ഇന്നലെ രാത്രി തന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. അവളെടുത്ത ഫോട്ടോ ഇതുവരെ തിരിച്ചു വെച്ചിട്ടുമില്ല. അങ്ങനെയുള്ളൊരു പെണ്ണിനെ ഇതുപോലുള്ള ചുമതല ഏൽപ്പിക്കുന്നത് എങ്ങനെയാ? ആ ഫോട്ടോ വെക്കേണ്ടെന്ന് ഞാനാണ് പറഞ്ഞത് അച്ഛാ. എന്താ മേഡം ഇത്? ഇന്നലെ രാത്രി നടന്നതും ഇപ്പൊ ഇവിടെ നടക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ. നമ്മൾ രണ്ടുപേരും ഒന്നാകാൻ ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് നമുക്കിടയിൽ എന്തിനാ മഹേന്ദ്ര ഈ ഡിസ്റ്റർബൻസ്? മഹേന്ദ്രനുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനങ്ങൾ ഒന്നാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. മഹേന്ദ്രൻ അറിയാതെ ആ ഫോട്ടോ എടുത്ത് മാറ്റിയതിന് ഐ എം റിയലി സോറി. തെറ്റെന്റെ ഭാഗത്തുമുണ്ട്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. മഹേന്ദ്രന്റെ സ്ഥാനത്ത് ഞാനായാലും അങ്ങനെ തന്നെയായിരിക്കും റിയാക്ട് ചെയ്യാ. പക്ഷെ ഞാൻ ആ ഫോട്ടോ എന്തിനാ എടുത്ത് മാറ്റിയെന്നറിയോ? മഹേന്ദ്രനും കുട്ടികൾക്കും വേണ്ടി തന്നെയാ. അതെ, നിങ്ങൾക്ക് വേണ്ടിയാ. മഹേന്ദ്രന്റെ സങ്കടം കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. അതെടുത്ത് മാറ്റിയത് നിങ്ങൾക്കെല്ലാം ഒരുപാട് സങ്കടം ഉണ്ടാക്കിയെന്നറിയാം. ദേഷ്യവും വന്നു കാണും. എന്നെ വഴക്കു പറയുമെന്നും എനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ട് ഞാനതെടുത്ത് മാറ്റിയതാ. കുട്ടികളും മഹേന്ദ്രനും ആ ഫോട്ടോ കാണുന്ന ഓരോ നിമിഷവും
അരുന്ധതിയെ ഓർത്ത് മനസ്സ് വിഷമിപ്പിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുക. കൊച്ചുകുട്ടികളല്ലേ മഹേന്ദ്ര, അവരിങ്ങനെ എപ്പോഴും സങ്കടപ്പെട്ടോണ്ടിരുന്ന എന്തായി തീരുന്നുള്ള ഭയം കൊണ്ടാണ് ഞാനെന്തെടുത്ത് മാറ്റിയത്. എന്തായാലും അരുന്ധതി നമ്മുടെ എല്ലാ ഹൃദയത്തിൽ തന്നെയുണ്ട്. എപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ അവൾ ജീവിക്കുന്നുണ്ട്. ശരി, എന്നാ പിന്നെ ഫോട്ടോ അവിടെ തിരിച്ചു വെക്കണ്ട. ഫോട്ടോ എടുത്ത് മാറ്റിയപ്പോ വലിയ പ്രശ്നം ഉണ്ടാവുന്നാ ഞാൻ വിചാരിച്ചത്. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്നാലും മാഡം സൂപ്പർ തന്നെയാ. പിന്നല്ലാതെ ഇത്രയും നാളത്തെ എന്റെ പ്രണയവും പകയും ഞാനത്ര ഈസിയായിട്ട് വിട്ടുകളയുമെന്നാണോ? എന്താ മഹേന്ദ്ര, നീ വേണ്ടെന്ന് പറഞ്ഞോ? അതെ അമ്മേ, കുട്ടികളും നിങ്ങളുമൊക്കെ അത് കണ്ട് വിഷമിക്കുന്നു വിചാരിച്ചിട്ടാ മഹേശ്വരി അങ്ങനെ ചെയ്തത്. ദേ കണ്ടില്ലേ ഗുപ്ത, മഹേശ്വരിക്ക് കുട്ടികളെ എന്ത് ഇഷ്ടമാണെന്ന്. ഞാൻ എങ്ങനെ കുട്ടികളെ നോക്കുന്നോ അതുപോലെ അവളും നോക്കിക്കോളും. ഇപ്പൊ മനസ്സിലായോ അവളുടെ നല്ല മനസ്സ്? അവളുടെ നല്ല മനസ്സും നല്ല സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം മകളെ. അവൾ ആരാണെന്ന് അധികം വൈകാതെ നീ മനസ്സിലാക്കും. ഒരു നല്ല കെയർ ടേക്കറിനെ സെലക്ട് ചെയ്യും. ഒരു തവണ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ശരി ഡാഡി. രാഘവ, സർ, താനിവിടെ ഉണ്ടാവണം. കുട്ടികളെ കുഞ്ഞുനാളം പോലെ നിങ്ങൾ കാണുന്നല്ലേ. ഇവർക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കേ അറിയൂ. ഇവരാരാണ് നല്ലവണ്ണം നോക്കുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങളും കൂടെ വേണം സെലക്ട് ചെയ്യാൻ. ശരി സാർ. അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒരാളങ്ങ് സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളെ ഉറപ്പായി എനിക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ശരി മോനെ. ശരി മഹേന്ദ്ര, ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാം. രാഘവ, കീങ്ങുതാ. മക്കളെ വാ മക്കളെ, നടക്ക്. വാ. നടക്ക് വാ. അയ്യോ, കുട്ടികൾക്ക് എങ്ങനെയുള്ള കെയർ ടേക്കർ വേണമെന്ന് ഏട്ടനല്ലാതെ വേറെ ആർക്കും അറിയോ? അങ്ങനെയുള്ളപ്പോ ഇതൊക്കെ ഇവരെ ഏൽപ്പിച്ചിട്ട് ഏട്ടൻ പുറത്തു പോയാൽ എങ്ങനെയോ? നിന്റെ ഭർത്താവ് ഈ വീട്ടിലില്ലാത്ത സമയത്താണ് ഈ വീട്ടിൽ ആരാണോ വരേണ്ടത് ആ വ്യക്തി വന്നിരിക്കും. അല്ലാതെ വരാൻ പറ്റില്ല മകളെ. എന്തുകൊണ്ട് വരാൻ പറ്റില്ല? അതെ, നിന്റെ ഭർത്താവ് രാജ്യത്തെ രക്ഷിക്കുന്നവനല്ലേ. അദ്ദേഹത്തിന്റെ ഡിസിപ്ലിനും കൃത്യനിഷ്ഠയും വരുന്നയാളെ ഭയപ്പെടുത്തി തിരിച്ചയക്കാൻ സാധ്യതയുണ്ട്. ആ, അതും ശരി തന്നെയാ. അതെന്താ മാഡം, മഹേന്ദ്ര സാറ് കെയർ ടേക്കറിനെ സെലക്ട് ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞത്? അപ്പോ മാഡം സെലക്ട് ചെയ്ത ആളിനെ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ? ഇവിടെ എത്ര പേര് വന്നാലും ആരൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും സമ്മതിച്ചില്ലെങ്കിലും ഞാൻ സെലക്ട് ചെയ്യുന്ന പെണ്ണ് തന്നെയായിരിക്കും കെയർ ടേക്കറായി ഈ വീടിനുള്ളിൽ കയറുന്നത്. ഓൾറെഡി ഇപ്പൊ ലേറ്റായി. മുന്നോട്ട് ചെന്നിട്ട് ആ യൂ ടേൺ എടുക്കുന്നതിനേക്കാളും ഈ റോങ് വേ വഴി അങ്ങ് പോകുന്നതായിരിക്കും ബെറ്റർ. എന്തായാലും പോലീസിനെ കാണാനില്ല. ഇത് തന്നെയാണ് കറക്റ്റായി. അയ്യോ, എന്റെ തലയിലെഴുത്ത്. ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ?
എന്താ എനിക്കൊന്നും പറ്റാത്തോണ്ട് സങ്കടമാണോ? എന്റെ കൈ ഒടിഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ആണോ? കാല് പോയിരുന്നെങ്കിൽ ഹാപ്പി ആവോ? ഇനി അതല്ല, ഞാൻ ഒറ്റയടിക്ക് അങ്ങ് മുകളിലോട്ട് പോയ സന്തോഷാവോ അയാൾക്ക്? ശരിക്കും നിങ്ങൾക്ക് എന്താ പ്രോബ്ലം? ഞാൻ എവിടെ പോയാലും ഫോളോ ചെയ്തു വരും, അല്ലെങ്കിൽ സഡൻ ആയിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും. അല്ല, നിങ്ങൾ ഞാൻ തമ്മിൽ എന്താ ബന്ധം? എന്താ നോക്കി പേടിപ്പിക്കുകയാണോ? എന്താ ഗണ്ണെടുക്കാൻ തോന്നുന്നുണ്ടോ? എന്നെ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? റോങ് സൈഡിൽ വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചത് നിങ്ങളാ. ഞാൻ എന്റെ കാര്യം നോക്കി അങ്ങ് പോവുമായിരുന്നു. പക്ഷെ ഓരോ തവണയും നിങ്ങൾ ഇങ്ങനെ എന്തിനാ വരുന്നേ, എവിടുന്നാ വരുന്നേന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും നിങ്ങളുടെ അടുത്ത് എന്തിനാ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാവിലെ ഒരു അർജന്റ് കാര്യത്തിന് ഇറങ്ങിയതാ, പൂച്ചനെ പോലെ ഇങ്ങനെ കുറുക ചാടിയല്ലോ. ഇന്ന് എന്റെ ജോലി പോയത് തന്നെ. ഏയ്, നിന്റെ ജോലിയുടെ കാര്യത്തിലും ഞാൻ കുറുകെ വരുന്നതിനും തമ്മിൽ എന്ത് ബന്ധം ഉള്ളത്? ആഹാ, നിങ്ങളും ഞാനും എന്താ ബന്ധം എന്ന് വെച്ചാ ഡെയിലി ഇങ്ങനെ കുറുകെ വന്ന് ചാടുന്നില്ലേ, ആ ബന്ധം തന്നെയാ ഞാനീ പറഞ്ഞത്. ഞാനീ പോകുന്ന ജോലി എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ്. അതെങ്ങാനും എനിക്ക് കിട്ടാതെ ഇരുന്ന നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടുന്നവരെ ഞാൻ വിടില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് ഞാൻ കണ്ടുപിടിക്കും. ബാക്കി ഞാൻ അപ്പൊ കാണിച്ചു തരാം. ഹലോ, നിങ്ങൾക്ക് സ്വന്തം ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഞാൻ ഈ പോകുന്ന കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഞാൻ വെറുതെ വിടില്ല. എനിക്ക് കരുണ, അലിവ്, ദയ, സഹതാപം ഇതൊന്നുമില്ല. ഇനി ഒരു തവണയെങ്കിലും എന്റെ കൺമുന്നിൽ എങ്ങനെ വന്ന് പെട്ടാലുണ്ടല്ലോ, ഞാൻ പിടിച്ച വല്ല പ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കും. ഓ അങ്ങോട്ട്. ഗുപ്ത, 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 അയ്യോ, എന്താ മകളെ, എന്നോട് തന്നെ വേണോ നിന്റെ ഈ കളി തമാശ? സോറി സോറി സോറി. ആ വരുന്ന പെൺകുട്ടി ഏതാ? ഞാൻ മനുഷ്യനായി ജനിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. നിന്റെ ഈ ഹിംസയിൽ നിന്ന് ഞാൻ ഉറപ്പായി രക്ഷപ്പെടുമായിരുന്നു. അയ്യോ, അതെന്താ ഗുപ്ത ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കിതൊക്കെ സംസാരിക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളേ? നീ എന്നെ വിടില്ല, കാര്യം പറയാതെയും പറ്റില്ല. കെയർ ടേക്കർ ഇന്റർവ്യൂ ചെയ്യാൻ എല്ലാവരും കൂടെ ചേർന്ന് ഈ വീട്ടിൽ ഒരു ഏർപ്പാടുണ്ടാക്കിയിരിക്കുന്ന കാര്യം നിനക്കറിയില്ലേ? അതിനു വേണ്ടിയായിരിക്കും ആ പെണ്ണ് വരുന്നത്. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അത് തന്നെ. മഹേശ്വരി മാഡം വരാൻ പറഞ്ഞ ആള് ഞാൻ തന്നെയാ. ഗുപ്ത, അവളെ കണ്ടിട്ട് പരിചയമുള്ള പോലെ സംസാരിക്കുന്നല്ലോ. ചിലപ്പോ റെക്കമെൻഡേഷൻ ചെയ്ത ആളായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നേ. റെക്കമെൻഡേഷനോ? അങ്ങനെയാവുമ്പോ അവൾ എന്റെ കുട്ടികളെ നന്നായിട്ട് നോക്കോ? എന്തിനാണ് മകളെ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അതെല്ലാം മുകളിലിരിക്കുന്ന ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, നീ തന്നെയായിരിക്കണം സെലക്ട് ആവുന്നത്. അവരുടെ കെയർ ടേക്കറായി നീ തന്നെ വരണം. ശരി മാഡം, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതെന്താ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ? നമ്മുടെ രാഘവൻ കൊടുത്ത പരസ്യം കണ്ട് ജോലി ഇല്ലാത്തവരെല്ലാം ജോലി അന്വേഷിച്ച് വന്നാന്ന് തോന്നുന്നു. ദേ ഇങ്ങോട്ട് നോക്കിയേ, അകത്ത് ചോദ്യം ചോദിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. കുറച്ച് ആലോചിച്ചിട്ടൊക്കെ വേണം ഉത്തരം പറയാൻ. കേട്ടല്ലോ? ശരി, ഓൾ ദി ബെസ്റ്റ്. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടന്നാ നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം. ഇന്റർവ്യൂവിന് വന്നതാണോ? അതെ സർ. രണ്ടുപേരും ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണോ? നിങ്ങൾ മുന്നേ പരിചയക്കാരാണോ? ഏയ് അല്ലല്ല, ഇപ്പോഴാ പരിചയപ്പെട്ടത്. പരിചയപ്പെട്ടിട്ടില്ല.
ഇപ്പൊ കണ്ട് സംസാരിച്ചെന്നേ ഉള്ളൂ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടോ? അതെ സർ. നിങ്ങൾക്ക് എല്ലാവർക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയോ? ആ വരൂ വരൂ, അകത്തേക്ക് വരൂ വരൂ. ഗുപ്ത, നമുക്കും അകത്തേക്കൊന്ന് പോയാലോ? നിനക്കിത് എന്തിന്റെ കേടാ? എനിക്ക് നീ ഒരു സമാധാനവും തരില്ല. അതുകൊണ്ടല്ല, കുട്ടികൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന കെയർടേക്കറിനെ ഞാനും കൂടി ഒന്ന് കണ്ടോട്ടെ. നിനക്ക് ഇഷ്ടപ്പെട്ട ആളിനെ നിനക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? പറയാനും പറ്റില്ല. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനും പറ്റില്ല. നീ പറയുന്ന ഏതെങ്കിലും ഒരു വാക്ക് അവര് കേൾക്കുമോ? അതിനും പറ്റില്ല. അതാ ഈ പറയുന്നത് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ആ വരൂ വരൂ, വന്നോളൂ. എല്ലാവരും അവിടേക്ക് ഇരിക്കൂ. വെയിറ്റ് ചെയ്യൂ, കുറച്ചു കഴിഞ്ഞ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. ഓക്കേ സർ. ഗുപ്ത, എന്താ ഇത്? എന്റെ ഹൃദയം ശക്തിയായി തുടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ആത്മാവിന് ഹൃദയമുണ്ടോ ഗുപ്ത? ആ ഹൃദയത്തിന് ഫീലിങ്സ് ഉണ്ടാവോ? എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നെ? ആ രക്ഷയുടെ കെട്ടഴിച്ചു മാറ്റാൻ ഞാനുമായി അടുപ്പമുള്ള ആള് ഞാൻ അന്യല്ല, ചേച്ചി. ഞാനുമായി ബന്ധമുള്ള ആരോ ഒരാള് വരുന്നു പറഞ്ഞില്ലേ? എനിക്കെന്തോ ഇവിടെ വന്നവരില് ആരെ കണ്ടിട്ടും ഒരു അടുപ്പം തോന്നുന്നില്ല. അല്ല, ഗുപ്തൻ പറഞ്ഞ ആ ആള് വരുമായിരിക്കോ ഇല്ലയോ? ആരാ ഈ പെൺകുട്ടി? ആരുടെ മുഖം കാണാതെ നീ സ്നേഹം കാണിച്ചോ? ഞാൻ അന്യല്ല, ചേച്ചി. ആരെ കാണണമെന്ന് നീ സ്വപ്നം കണ്ടുവോ? ആ പെൺകുട്ടിയെയാണ് നീ കാണാൻ പോകുന്നത് മകളെ. രക്തബന്ധത്തെക്കാൾ ശക്തമായൊരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്, പൂർവബന്ധം. നിന്റെ ഭർത്താവിന് വരാൻ പോകുന്ന വധു, നിന്റെ കുട്ടികൾക്ക് അമ്മയുടെ സ്ഥാനം വഹിക്കാൻ പോകുന്നവൻ, ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി മറഞ്ഞ സന്തോഷം. ഗുപ്ത, നീ പെൺകുട്ടിയെ കാണാൻ എന്തു ഭംഗിയോ. എടി പെണ്ണെ, നഖം കടിക്കുന്നത് നല്ലതല്ല. നീയും ഇന്റർവ്യൂവിന് വന്നതാണോ? ഓ, ആ മകൾ ഈ മകളുമായി നേരിട്ട് സംസാരിക്കുന്നു. ആ മകൾക്ക് ഈ മകളെ കാണാൻ കഴിയുന്നു. വിചിത്രം തന്നെ. ഇത് രണ്ടും എങ്ങനെ സാധ്യമാകും?
ഗുപ്ത ഇവള് എടി പെണ്ണെ, നഖം കടിക്കുന്നത് നല്ലതല്ല. നീയും ഇന്റർവ്യൂവിന് വന്നതാണോ? ആ